ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ ഭയങ്കരമായിട്ട് ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാർഡുകൾക്കും ഇപ്പോൾ ഡീവാലുവേഷൻ വന്നിട്ടുണ്ട് അവരുടെ. അതായത് ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡായിക്കോട്ടെ, അവരുടെ ഏറ്റവും പ്രീമിയം കാർഡായിട്ടുള്ള മാഗ്നസ് കാർഡിനടക്കം ഡീവാലുവേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, എയർടെലിൻ്റെ ആക്സിസ് ബാങ്ക് കാർഡ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ വേറെ ഒന്നാണ് നമ്മുടെ ഈസ് കാർഡ്, നമ്മുടെ ഗൂഗിൾ പേൻ്റെ ഈസ് കാർഡ് ഉണ്ടല്ലോ, ആ സാധനത്തിന് നല്ല ഡീവാലുവേഷൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ വെച്ചാൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു കൊട്ടക്കണക്കിന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് പോരാത്തതിന് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് എല്ലാ കാർഡുകൾക്കും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നില്ല, മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ പറയാം. എയ്സ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇനി തൊട്ട് നമുക്ക് ക്യാഷ് ബാക്ക് 1.5% ആക്കിയിട്ടുണ്ട്. 2% നിന്ന് 1.5% ആക്കിയിട്ടുണ്ട്. അതും ഗൂഗിൾ പേയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ് പറയണത്. മുമ്പ് നമുക്ക് 2% ഇപ്പോൾ 1.5% ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ക്യാഷ് ബാക്ക് നമുക്ക് ഫ്യൂവൽ സ്പെൻസിനും EMI ട്രാൻസാക്ഷനും അതുപോലെ തന്നെ EMI കൺവേർഷനും എന്താ പറയുക വാലറ്റ് ലോഡിങ്ങിനും അതിനൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അത്. പിന്നെ നമ്മുടെ സ്പെൻഡ് ഡൺ ഓൺ യൂട്ടിലിറ്റി സർവീസ് തരാൻ, അതായത് ജി പേ അല്ലാണ്ട് നമ്മൾ വേറെ ട്രാൻസാക്ഷൻ ചെയ്താൽ ഇനി നമുക്ക് ക്യാഷ് ബാക്ക് സംഭവം ഒന്നും ഇല്ല. നമുക്ക് ഇത്ര കാലം അതിന് ക്യാഷ് ബാക്ക് സംഭവം കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ ഇനി കിട്ടില്ല. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് എയർപോർട്ട് ലോഞ്ചസിനാണ്. നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടണമെങ്കിൽ മിനിമം നമുക്ക് 50,000 രൂപയുടെ സ്പെൻഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രീവിയസ് 3 മന്ത്സിൽ നമുക്ക് 50,000 രൂപ സ്പെൻഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രസൻറ്റ് മാസത്തിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചേഞ്ചസും വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് മെയിൻ നോക്കിക്കഴിഞ്ഞാൽ എയർടെലിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് എന്താ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എഫക്ട് ഫ്രം 20th April 2024 നമുക്ക് 25% ക്യാഷ് ബാക്ക് ആണ് എയർടെൽ ബിൽ പേയ്മെൻറ്റ് ത്രൂ എയർടെൽ താങ്ക്സ് വിത്ത് അത് ക്യാപ്പിംഗ് വന്നു. നമുക്ക് മാക്സിമം നമുക്ക് 250 രൂപ മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ അത് ഇടിവെട്ട് ക്യാപ്പിംഗ് വന്നു. എയർടെൽ ആക്സിസ് ബാങ്ക് ഭയങ്കരമായിട്ട് ക്യാപ്പിംഗ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പോൾ എല്ലാ ബാങ്കുകളും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ഭയങ്കരമായിട്ട് ക്യാപ്പിംഗ് അതുപോലെ തന്നെ ഡീവാല്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ കുറേ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ മിസ്യൂസിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. കുറേ പേര് ഇതിന് വേണ്ടിയിട്ട് കുറേ ഇതിൻ്റെ ലൂപ്പ് ഹോൾസും സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഒഫീഷ്യൽ യൂസിന് ഉപയോഗിക്കുക, ബിസിനസ് യൂസിന് ഉപയോഗിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആമസോണിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ മിസ്യൂസും സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ബാങ്ക് ഇങ്ങനെ കുറേ ഡിവാല്യൂഷൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മാസമായിട്ട് തന്നെ ഡിവാല്യൂഷൻ സംഭവങ്ങളൊക്കെ മിക്ക കാർഡുകൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇനി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇനി പുതിയ കാർഡുകളൊക്കെ ഇറങ്ങുമ്പോൾ അതിന് നമുക്ക് ഒരു പ്രൊമോഷണൽ ടൈം പോലെയൊക്കെ നമുക്ക് അത്യാവശ്യം ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ പഴയ കാർഡുകളുടെ കാര്യമൊക്കെ കട്ടപ്പൊക്കെയാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 10% ക്യാഷ് ബാക്ക് ഓൺ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ആണ്. അതിന് നമുക്കിപ്പോൾ ക്യാപ്പിംഗ് വന്നിട്ടുണ്ട് 250 രൂപ മാക്സിമം ആയിട്ടുള്ളൂ. പിന്നെ നോ ക്യാഷ് ബാക്ക് ഓൺ യൂട്ടിലിറ്റി സ്പെൻഡ് എക്സെപ്റ്റ് ഓൺ ട്രാൻസാക്ഷൻ ഡൺ വിയ എയർടെൽ താങ്ക്സ് ആപ്പ്. അത് GPay പോലെ തന്നെ എയർടെൽ താങ്ക്സ് ആപ്പിൽ കൂടെ ചെയ്യണ യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ മാത്രം ഇനി ക്യാഷ് ബാക്ക് ഉള്ള വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. ഇതിനും നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ചസിനും സംഭവത്തിനൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഒരു ഡിവാല്യൂഷനാണ്. വിത്ത് എഫക്റ്റീവ് ഫ്രം 20th April 2024 ഓൾ ട്രാൻസാക്ഷൻ മെയ്ഡ് യൂസിങ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അതർ ദാൻ ട്രാൻസാക്ഷൻ മെയ്ഡ് ഓൺ ഫ്ലിപ്കാർട്ട്. നമുക്ക് അറിയായിരിക്കും നമ്മുടെ ഫ്ലിപ്കാർട്ട് കാർഡിന് അതർ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് 1% ക്യാഷ് ബാക്ക് ഉണ്ടാകും. ഇനി തൊട്ട് അതില്ല. ഇനി ഫ്ലിപ്കാർട്ടിൽ ചെയ്യുന്ന ആ ട്രാൻസാക്ഷൻ മാത്രമേ സംഭവമുള്ളൂ കേട്ടോ. അതും പ്രിഫേർഡ് പാർട്ട്നേഴ്സിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനും നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ചസ് വന്നിട്ടുണ്ട്. അതും 50,000 രൂപ നമ്മൾ ആ ലാസ്റ്റ് 3 മാസത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം നല്ല ആക്സിസ് ബാങ്ക് ഭയങ്കരമായിട്ട് ഇടിഞ്ഞിക്കോണെങ്കിൽ കുറേ പേരൊക്കെ ആക്സിസ് ബാങ്ക് എടുക്കലൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉള്ള കാർഡൊക്കെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഉണ്ട് ആക്സിസ് ബാങ്കിൻ്റെ കാർഡ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മിക്ക എല്ലാം എൻ്റെ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഫീ കൊടുത്തിട്ട് പ്രത്യേകിച്ച് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സെലക്ട് കാർഡ്, ആക്സിസ് ബാങ്കിൻ്റെ സെലക്ട് കാർഡിനും ഭയങ്കരമായിട്ട് ഡിവാല്യൂഷൻ വന്നിട്ടുണ്ട്. എല്ലാം 20th April തൊട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് മെയിനായിട്ട് അവരുടെ ഒരു പ്രീമിയം കാർഡാണ് മാഗ്നസ് കാർഡ്. അതിനും നമുക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ എഡ്ജ് റിവാർഡ് പോയിന്റും അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഇടിവ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ ആയിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് പറയുന്നില്ല, ഭയങ്കര നീണ്ടു പോകും. നിങ്ങൾ ഓൾറെഡി ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിലും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എയർപോർട്ട് ലോഞ്ചസിൽ നമുക്ക് വന്നിട്ടുണ്ട് 8 ഉണ്ടാകുന്ന 4 ആയിട്ട് നമ്മൾ മാഗ്നസിലൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. മാഗ്നസ് എന്ന് പറയുന്നത് പ്രീമിയം കാർഡാണ്. അപ്പോൾ ഞാൻ എന്നിട്ടാണ് ഇങ്ങനെ. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ ഓയിൽ കാർഡിലും ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. എഡ്ജ് റിവാർഡ് പോയിന്റും മിക്ക എല്ലാ കാർഡിലും ഭയങ്കരമായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ വന്നിട്ടുണ്ട്. നമ്മളോട് പോപ്പി ഭയങ്കര കുറയാം. അതുപോലെ തന്നെ സ്പെൻഡ് ബേസ് വേവ് ഓഫിനും ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. 3.5 ലക്ഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്ത് കിട്ടുള്ളൂ. 3.5 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അപ്പോൾ ആകെ നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ ആകെ മോശം പരുവമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ് ആക്സിസ് ബാങ്കിൻ്റെ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് അതിന് ഇഷ്ടംപോലെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമുക്ക് കോട്ടക്കിൻ്റെ ഉണ്ട്. കോട്ടക്കിന് അത്യാവശ്യം കിട്ടുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ HDFC ഉണ്ട്.
ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഓയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് SBIയുടെ BPCLലേക്ക് പോകാം, അല്ലെങ്കിൽ ഒക്ടേനിലേക്ക് പോകാം. അങ്ങനെ കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, അത് ഭയങ്കരമായിട്ട് വലുതാവും. ഇപ്പോൾ തന്നെ നമുക്ക് 5 മിനിറ്റായി. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ ഞങ്ങൾ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.